ഞാൻ ഈ എക്സിക്യൂട്ടീവ് ലുക്കിൽ കോളേജിൽ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഇന്ന് ഞായറാഴ്ചയാണെന്ന്. ഓനോ എന്തായാലും വന്ന സ്ഥിതിക്ക് ഈ കോളേജൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണിച്ചു തരാം. ഗൈസ്, ഐ എം അറ്റ് പ്രൈമസ് ബി സ്കൂൾ ബാംഗ്ലൂർ. ഈ കോളേജിനെ പറ്റി പല ഞെട്ടിക്കുന്ന സത്യങ്ങളുണ്ട്. ചെറുക്ക് മധുരല്ല ഗൈസ്, പുളിയാണ്, പറ്റിച്ച്. ആ സത്യം അറിഞ്ഞ പിന്നെ സ്വിമ്മിംഗ് പൂളാന്ന് വിചാരിച്ച് ഇവിടേക്കാ വന്നത്. ഇവിടെ വന്നപ്പോൾ അടുത്ത സത്യം മനസ്സിലാക്കിയത്, ഇത് സ്വിമ്മിംഗ് പൂൾ അല്ല ഗൈസ്, കോട്ടാണ്, കോട്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ കോട്ട്. ഞാനും കോട്ടും സെയിം കളറാണ്. എന്ത് കാറ്റാണ് ഇവിടെ. ഞായറാഴ്ച കണ്ടാന്ന് തോന്നുന്നു, കുട്ടികളാവില്ല ഇവിടെ. ആദ്യമായിട്ട് എങ്ങനെ കാണണേ കോളേജ്. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ വല്ല പാർക്കിൽ പിക്നിക്കിന് വന്നാണെന്ന്. അപ്പൊ ടീച്ചറൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുക ഞാൻ ഈ ക്യാമ്പസിലാണ്. അതെ, പിക്നിക്കിനൊന്നുമല്ല, പഠിക്കാനാണ് ഞാൻ വരാ. കോളേജ് എന്നൊക്കെ പറഞ്ഞ അത് ഇതാണ് ഞാൻ ആഗ്രഹിച്ച കോളേജ്. പൊതുവെ ഒരു കോളേജ് ആംബിയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സ്ട്രെസ്ഡ് എൻവയോൺമെന്റ് ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര കോസി, ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊക്കെ വന്ന് പഠിക്കാനും എന്താ പറയുക, ഭയങ്കര സമാധാനത്തോടെ വന്ന് ഇരിക്കാനൊക്കെ പറ്റും. പഠിക്കാൻ തോന്നുന്നു. കോളേജ് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, രാവിലെ 9 മണിക്ക് വരിക, 6 മണിക്ക് പോകണം, അങ്ങനെ കുറേ റൂൾസ് ഒക്കെ ഉണ്ട്. ഇവിടെ റൂൾസ് ഇല്ലാന്നല്ല കേട്ടോ. അതായത് ഇതൊരു കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. അപ്പോൾ 24/7 എല്ലാ റിസോഴ്സിലേക്കും ആക്സസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ലൈബ്രറി ഉണ്ട്, മെന്റർ പോർട്സ് ഉണ്ട്, അങ്ങനെ പിയർ ഗ്രൂപ്പ്സ് ഉണ്ട്, അങ്ങനെ എല്ലാത്തിലേക്ക് ഫുൾ ആക്സസ് ആണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ തന്നെ ലൈബ്രറി ഉണ്ട്. എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല, പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈബ്രറിയിൽ ഒന്ന് പോവാം. ഈ ലൈബ്രറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മൈൻഡിൽ ഭയങ്കര എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങനെ ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആണല്ലോ ഈ ലൈബ്രറി. അങ്ങനെയല്ല കേട്ടോ. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ടൈനി ആൻഡ് ഭയങ്കര ഒരു കോസി സെറ്റപ്പിലാണ്. ഇവിടെയുള്ള കോഴ്സസിൻ്റെ ഒക്കെ കുറേ റെഫറൻസ് ബുക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ അപ്പം നമുക്ക് ഇവിടെ നിന്ന് വല്ല റെഫറൻസ് ഒക്കെ എടുത്ത് പഠിക്കണമെങ്കിൽ ലൈബ്രറിയിൽ വരാം, ബുക്സ് എടുത്ത് പഠിക്കാം. ആൻഡ് എല്ലാവർക്കും സെപ്പറേറ്റ് പോർട്സ് ആണുള്ളത്. യു ക്യാൻ സീ ലൈക്ക് നമുക്കായിട്ടുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടിരുന്ന് പഠിക്കാം, ഒരു കുഞ്ഞി സ്ഥലം. സൈലൻസ്. ഇവിടെ ഞാൻ അധികം നേരം നിന്നാലും ഇവിടുന്ന് ഓടിക്കും, അതുകൊണ്ട് ഇവിടുന്ന് പുറത്തു പോവാം. അതെ, നമ്മുടെ ബെഞ്ചും ഡെസ്കും ഫാൻസ് ഇത് കണ്ടാൽ ചിലപ്പോൾ അസ്വസ്ഥരാകും കേട്ടോ. കാരണം ഇവിടെ ഫുൾ നെക്സ്റ്റ് ലെവലാണ് കാര്യങ്ങൾ. നല്ല സ്പേഷ്യസ് റൂമും അതുപോലെ തന്നെ അതിന് ഭയങ്കര കമ്പാറ്റബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് സീറ്റ്സും. ഒരു ക്ലാസ് റൂം കണ്ടിട്ട് പഠിക്കാൻ തോന്നുന്നത് ഇതാദ്യത്തേക്ക്. ഈ ലാബ് കണ്ടപ്പോഴേ, ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടർ 5-6 ആൾക്കാരൊക്കെ ഉപയോഗിക്കില്ലായിരുന്നോ? മറ്റേ പഠിക്കാൻ വേണ്ടിയിട്ട് ചിത്രം വരയ്ക്കുന്നൊരു സോഫ്റ്റ്വെയർ ഒക്കെ പഠിക്കില്ലേനോ? സോഫ്റ്റ്വെയർ അല്ലേ അത്, വോട്ടെവർ. പക്ഷെ ഇപ്പം കാലം മാറി ഗൈസ്. എനിക്ക് വേണമെങ്കിൽ ഇപ്പം 2 കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം. അതല്ല, അതായത് കുറെ കമ്പ്യൂട്ടർ ഉണ്ട്, അതാണ്. ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോഴേ, അതായത് നമ്മൾ പരീക്ഷയ്ക്ക് എടുക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് സംസാരിച്ചിരുന്ന് അവസാനം പരീക്ഷേൻ്റെ മാർക്ക് വരുമ്പോൾ കുറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു ന്യായമുണ്ട്, എല്ലാവരും കൂടെ ആയിട്ട് പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇനി അത് ഇവിടെ നടക്കൂല. കാരണം ഇവിടെ സെപ്പറേറ്റ് ക്വയറ്റ് സ്റ്റഡി റൂം ഉണ്ട്. നോട്ട് ദ പോയിന്റ്, ക്വയറ്റ് സ്റ്റഡി റൂം. കമ്പൈൻ സ്റ്റഡി നമ്മളെ വീക്ക്നെസ് ആണ്. അപ്പം കമ്പൈൻ സ്റ്റഡി കാരണം രക്ഷപ്പെട്ട പല ആൾക്കാർ ഈ ലോകത്തുണ്ടെന്ന് ഞാൻ കേട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പം ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് പഠിക്കുക. അപ്പം നമുക്ക് വൈബ് മാച്ച് ആയില്ല എന്ന് തോന്നിയാൽ വേഗം ഒരു ചെയറും ടേബിളും എടുത്തിട്ട് അപ്പുറത്തെ മൂലയിലേക്ക് ഇങ്ങനെ മാറി ഇരുന്ന് പഠിക്കുക. അതാണ് നമ്മളെ മെയിൻ മോട്ടോ. കേട്ടല്ലോ, ലോകത്തിന്റെ ഓരോരോ സ്പന്ദനങ്ങളെ. കുട്ടികളായ പഠിക്കണം. ഇവിടെ ഇരുന്ന് എനിക്ക് പെട്ടെന്നൊരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് എനിക്ക് അവിടുത്തെ ഡൗട്ട് ചോദിക്കാൻ മാത്രമാണ് കേട്ടോ, വേറെ ഒന്നിനല്ല. ഹായ്, ഗുഡ് മോർണിംഗ് എവറിബഡി. സോ ഐ എം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് കോളേജ്. ആൻഡ് യുനോ, അതെ, ഇപ്പം എന്നെ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ ഒരു കാലത്ത് എൻ്റെ ഒരു ഹായ് കേൾക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരായിരിക്കും. പൂവേ പൂവേ ഉൻ വാസൽ വരും, വാസൽ എൻ വാസൽ എൻ പൂങ്കാവനം, വായ് പേസിതും നല്ലൊരു ക്യൂട്ട് ഔട്ട്ഡോർ സ്പേസ്, അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്റ്റേജ് എന്നൊക്കെ പറയാം. നല്ല ചെറിയ മ്യൂസിക് പരിപാടീസും അല്ലെങ്കിൽ പുറത്തൊക്കെ വന്ന് പഠിക്കാൻ പറ്റിയൊരു നല്ലൊരു കോസി കൈൻഡ് ഓഫ് ആംബിയൻസ്.
ആൻഡ് ഞാനുള്ളത് പ്രൈമസ് ബി സ്കൂളിന്റെ ഇൻഹൗസ് ലേഡീസ് ഹോസ്റ്റലിലാണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. സോ ഡു ചെക്ക് ഇറ്റ്. 2 കബോർഡും നല്ല ബെഡ് സ്പേസും ഉള്ള നല്ല നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റൂമാണ് ഇവിടെ. 3 ഫ്ലോറിലായിട്ടാണ് ഇവിടുത്തെ ഹോസ്റ്റൽ വരുന്നത്. ആൻഡ് അറൌണ്ട് 150 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഒരു കോളേജിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ഫാക്കൽറ്റീൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അപ്പൊ ഈ കോളേജിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇതിൽ വൺ ഓഫ് ദ ഫൗണ്ടർ ഇസ് എൻ IAS ഓഫീസർ. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് കോച്ചിങ്ങിനൊക്കെ ഇവിടെ ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് അഡീഷണൽ കോച്ചിങ് ഫോർ സിവിൽ സർവീസ് ആണ് ഇവിടുത്തെ വേറൊരു വലിയ പ്രത്യേകത. ഒരു ബിസിനസ് സ്കൂൾ സിവിൽ സർവീസ് കോച്ചിങ് ഒരു കണക്ഷൻ കിട്ടുന്നില്ലല്ലോ. ഞാനൊരു സാധനം കാണിച്ചു തരാം. ഈ ഫ്ലക്സിലുണ്ട് അതിൻ്റെ ആൻസേഴ്സ്. ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാവരും UPSC ക്ലിയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സോ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവിടെ എത്രത്തോളം സിവിൽ സർവീസ് കോച്ചിങ്ങിന് ഈവൻ ദോ ഒരു ബിസിനസ് സ്കൂളായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഒരു ക്യാമ്പസിലെ ബാക്ക് ബോൺ ആണ് അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ ഒക്കെ ഒരു ക്വാളിഫിക്കേഷൻ നോക്കുക. MBA, നെറ്റ്, PGD, HRM എന്തൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കാട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടോ? വേറെ ഉണ്ട്. ഡോക്ടർ മറിയാദാസ് തോമസ്, BSc, MSc, MPhil അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ എങ്ങനെ പഠിക്കാൻ പറ്റണോ? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ ഒരു ഫാക്കൽറ്റിയുടെ ഒരു ക്വാളിറ്റി. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്. ഐ ഗെസ് ഇവര് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും രാദർ ദാൻ എ ടീച്ചർ. സോ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് എന്തായാലും ഉണ്ടാവാണ്ടിരിക്കില്ല. നമ്മൾ നിൽക്കുന്ന എൻവയോൺമെന്റും അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള ഒരു എക്കോസിസ്റ്റം ഭയങ്കര പോസിറ്റിവിറ്റി തരുവാണെങ്കിൽ നമ്മളെ പ്രോഡക്ടിവിറ്റിക്ക് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ഈവൻ ദോ ഇതൊരു ബിസിനസ് സ്കൂൾ ആണെങ്കിലും ഇവിടുത്തെ സ്റ്റുഡൻസിനെ കോർപ്പറേറ്റ് റിയൽ വേൾഡിലേക്ക് കേപ്പബിൾ ആക്കുകയാണെങ്കിലും ചെയ്യുന്നത് ആ ഒരു സ്ട്രെസ് എൻവയോൺമെന്റ് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇവിടെ മൊത്തമായിട്ട് അങ്ങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു കോളേജ് എന്നുള്ളത് പഠിക്കാന്ന് മാത്രമുള്ള കോൺസെപ്റ്റ് അല്ലാതെ നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസും കൊടുത്ത് പിന്നെ അതുപോലെ തിയറി പഠിക്കുന്നിടത്ത് പ്രാക്ടിക്കലി അവർക്ക് അവരുടെ സ്കില്ലിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ ചുരുക്കം കോളേജസ് ആയിരിക്കും അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് പ്രൈമസ് ബി സ്കൂൾ ബാംഗ്ലൂരിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആയിട്ട് തോന്നിയത് ഇത് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പഠനവും എക്സ്പീരിയൻസും ആംബിയൻസും ഇതൊക്കെ ഉള്ള ഒരു പവർ പാക്ക് തന്നെയാണ് പ്രൈമസ് ബി സ്കൂൾ ബാംഗ്ലൂർ. എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു. ഇനി നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ബൈ.